ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, മനുഷ്യൻ എന്നും ആകുലചിത്തനാണ്. എന്തു ഭക്ഷിക്കുമെന്നും എന്തു ധരിക്കുമെന്നും എങ്ങനെ ജീവിക്കുമെന്നും ആകുലചിത്തരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, തൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ച്, തൻ്റെ മാതാപിതാക്കളുടെ രോഗാവസ്ഥയെക്കുറിച്ച് ഇവയെല്ലാം ചിന്തിച്ച് അസ്വസ്ഥരായി മുന്നോട്ട് നീങ്ങുകയാണ്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 22 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് വീണ്ടും പറഞ്ഞു, ശരീരത്തെക്കാൾ ശ്രേഷ്ഠമല്ലല്ലോ വസ്ത്രം, ജീവനേക്കാൾ ശ്രേഷ്ഠമല്ലല്ലോ ഭക്ഷണം. ഭക്ഷണത്തെക്കാളും വസ്ത്രത്തെക്കാളും ശ്രേഷ്ഠമാണ് ജീവനും ശരീരവും. നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ ആകുലപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു മുഴം പോലും നിങ്ങൾക്ക് ദീർഘിപ്പിക്കുവാൻ സാധിക്കുമോ? കാക്കകളെ നോക്കുക. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല. എങ്കിലും ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് മനുഷ്യർ. പക്ഷികളെക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ് നിങ്ങൾ. നിങ്ങൾ എന്തു ഭക്ഷിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ എന്ത് ഭക്ഷിക്കുമെന്ന് നിങ്ങളുടെ ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങളുടെ ആകുലരാകേണ്ട. ഇവയെല്ലാം ചിന്തിക്കുന്നത് ഈ ലോകത്തിൻ്റെ മക്കളാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് നിങ്ങൾക്ക് നൽകും. ദൈവ പരിപാലനയിൽ നാം ആയിരിക്കുന്നവരാണ്. ദൈവ പരിപാലനയിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മുടെ അരുളി ചെയ്യുന്നുണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. 12-ാം അധ്യായം ലൂക്ക അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 32-ാം തിരുവചനം പറയുന്നത്, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗരാജ്യം നമ്മൾക്കായി അവിടുന്ന് നൽകുവാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് മാറി ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മുന്നേറുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളുണ്ട്, എൻ്റെ കടമകളുണ്ട്, എൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്താണ് ഞാൻ മുന്നേറേണ്ടത്. എൻ്റെ വിളി ഏതവസ്ഥയിലാണോ ആ വിളിക്ക് ചേർന്ന വിധം ജീവിതം കർമ്മപ്പെടുത്തി വിശുദ്ധിയോടെ ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതി.